ഹായ് ഗൈസ്, ഇന്ന് നമ്മളെല്ലാവരും ഫെസ്റ്റിന് പോയേക്കുമായിരുന്നു കേട്ടോ. കൊച്ചാപ്പ വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 9 മണി കഴിഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ട്. ഫെസ്റ്റിന് അറിയാവുന്നതായിട്ടും അറിയാത്തവരുമായിട്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ആദ്യം കയറാൻ തീരുമാനിച്ചത് വഞ്ചിയിലായിരുന്നു. ഇവന്റെ അടുത്ത് പേടിയുണ്ടോയെന്ന് ചോദിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. അവനാണ് എക്സ്പ്രഷൻ വാരിക്കൊരിയെന്ന് ഇട്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് വഞ്ചി കയറാൻ വേണ്ടി നിൽക്കുവാണ്. ആദ്യം വഞ്ചി കയറാൻ കാണിച്ച ആവേശം പതുക്കെ കുറഞ്ഞു വരുവാണോ എന്നൊരു ഡൗട്ട്. കാരണം അത് നല്ല സ്പീഡിലാടാ പോകുന്നത്. വഞ്ചിയിലുണ്ടായിരുന്നവരുടെ കരച്ചിലും പലതരം എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടിട്ടാണെങ്കിൽ ഞങ്ങൾക്കും ചിരി നിർത്താൻ പറ്റുന്നില്ല. അടുത്തത് ഞങ്ങളാണല്ലോ എന്നുള്ള കാര്യം പോലും ഞങ്ങൾ അലട്ടുന്നില്ല കേട്ടോ. ഞങ്ങൾ നല്ല കോൺഫിഡന്റ് ആയിരുന്നു. അങ്ങനെ അടുത്തത് നമ്മുടെ ഊഴായിരുന്നു. ഞാൻ കുറെ നേരമായിട്ട് ഫോൺ പൊക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിട്ടാണ് തോന്നുന്നു അവിടുത്തെ സെക്യൂരിറ്റി വന്ന് ജസ്റ്റ് ഒന്ന് വരട്ടിയപ്പോഴത്തേനും നമ്മൾ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് നല്ല കുട്ടികളായി. ശരിക്കും വഞ്ചിയിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ആ സെക്യൂരിറ്റി കാരണം എനിക്ക് ബാക്കി വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഉമ്മീനെ കഷ്ടപ്പെട്ട് പിടിച്ച് നിർത്തിയെങ്കിലും ഉമ്മി വേറെ എങ്ങോട്ടൊക്കെയാണ് നോക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും പോപ്കോൺ ഒക്കെ മേടിച്ച് കഴിച്ച് തീർത്തു. അപ്പോഴാണ് അവിടെ നമുക്ക് പരിചിതമായ 2 മുഖങ്ങൾ കാണുന്നത്. പിന്നെ മാമ നമുക്ക് പാനിപ്പൂരി ഒക്കെ മേടിച്ച് തന്നു. ഞങ്ങൾ എല്ലാവരും കൂടി അതും ഫിനിഷ്. ഞങ്ങളുടെ ആരുടെ കൂടെ സെൽഫി എടുക്കാണ്ട് കൊച്ചാപ്പ വണ്ടികളുടെ എല്ലാത്തിൻ്റെയും കൂടെ സെൽഫി എടുക്കണ്ടായി. ഓരോ സംഭവങ്ങൾ കഴിയുമ്പോഴും നമുക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പിന്നെ നമ്മൾ ഓരോ ഐസ്ക്രീം മേടിക്കാൻ ഓർത്തുകൊണ്ട് പോയി. പിന്നെ ഞങ്ങൾ ആകാശൂഞ്ഞാലിൽ കയറണമെന്ന് കുറേ നേരം ആലോചിച്ചെങ്കിലും പിന്നീട് അത് വേണ്ടാന്ന് തോന്നി. വഞ്ചിയുടെ എക്സ്പീരിയൻസ് തന്നെ ധാരാളം. അങ്ങനെ പിന്നെ കുറച്ചു നേരം അതിൽ കൂടെ ചുറ്റിക്കറങ്ങി നടന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.